Hello and welcome to ECLON 365 Banking and Insurance Classes. നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തിരുന്നത് സ്പെഷ്യൽ കസ്റ്റമേഴ്സ് ഓഫ് ബാങ്കിനെ കുറിച്ചാണ്. 14 തരത്തിലുള്ള സ്പെഷ്യൽ കസ്റ്റമേഴ്സിനെയും അവരോട് എടുക്കേണ്ടതായിട്ടുള്ള പ്രിക്കോഷൻസും ബാങ്കർ എടുക്കേണ്ട പ്രിക്കോഷൻസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരിക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊരു കണ്ടിന്യൂറ്റി കിട്ടുകയും തുടർന്ന് നമുക്ക് ബാങ്കിങ്ങിൻ്റെ സ്ട്രക്ചറും അതുപോലെ തന്നെ വിശദമായിട്ടുള്ള സ്ട്രക്ചറിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഇനിയുള്ള വീഡിയോസിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രക്ചർ ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. ഇന്ത്യയിലെ ബാങ്കിങ്ങിൻ്റെ ഘടന എന്തായിരുന്നു, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ നിലവിലെ സിറ്റുവേഷൻ എന്നുള്ളതാണ്. സോ ആക്ച്വലി ആൻ ഓവർലുക്ക് ഇൻ ടു ദ ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം. ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തെ ഒരു ബേർഡ്സ് ഐ വ്യൂ ആണ്, അല്ലെങ്കിൽ മുകളിൽ നിന്ന് നമ്മൾ കാണുമ്പോൾ എന്താണ് ഒരു ബാങ്കിങ് സിസ്റ്റം എന്നുള്ളത് വിശദമായിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ വളരെ പാർട്ട് ബൈ പാർട്ടായിട്ട് നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത്. നമുക്കൊരു ബേർഡ്സ് ഐ വ്യൂ ആണ് ഈ പിക്ചർ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇന്ത്യൻ ബാങ്കിങ് സ്ട്രക്ചറിനെ കുറിച്ച് മൊത്തത്തിൽ എന്തൊക്കെയാണ് ബാങ്കിങ് സ്ട്രക്ചറിൽ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് നോക്കാൻ പോവുകയാണ്. രണ്ട് കാറ്റഗറി ആയിട്ട് നമുക്കതിനെ തിരിക്കാം. ഒന്ന് അൺഓർഗനൈസ്ഡ് സെക്ടറും അതുപോലെ തന്നെ ഓർഗനൈസ്ഡ് സെക്ടറും. അൺഓർഗനൈസ്ഡ് സെക്ടർ വളരെ വർഷങ്ങൾക്ക് മുമ്പ് നിലവിൽ നിന്നിരുന്ന ഒരു സിസ്റ്റം തന്നെയാണ്. ഇപ്പോഴും പല സ്ഥലങ്ങളിലും അത്തരം സിസ്റ്റം നിലവിൽ നിൽക്കുന്നുണ്ട്. എന്നാൽ ഓർഗനൈസ്ഡ് ആയിട്ട് ഗവൺമെൻറ്റിൻ്റെ കൺട്രോളും റെഗുലേഷനോടും കൂടി നടക്കുന്ന ഓർഗനൈസ്ഡ് സെക്ടറും ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു ബ്ലെൻഡാണ് ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം എന്ന് നമുക്ക് പറയാൻ കഴിയും. അൺഓർഗനൈസ്ഡ് സെക്ടറിനെ രണ്ടായി തിരിക്കുന്നു, ഇൻഡിജിനസ് ബാങ്കേഴ്സും മണി ലെൻഡേഴ്സും ഉണ്ട്. എന്നാൽ ഓർഗനൈസ്ഡ് സെക്ടറിലേക്ക് വരുമ്പോൾ അവിടെ RBI ഉണ്ട്, മറ്റ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അപ്പെക്സ് ബാങ്കുകളുണ്ട്, ഡെവലപ്മെൻറ്റ് ബാങ്കുകളുണ്ട്. ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, കോപ്പറേറ്റീവ് ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ, ലാൻഡ് ലോക്കൽ ഏരിയ ബാങ്കുകൾ എന്നുള്ള നിലയിൽ തിരിക്കുന്നുണ്ട്. അപ്പെക്സ് ബാങ്കുകളെ IDBI, നബാർഡ്, എക്സിം ബാങ്ക്, സിഡ്ബി, IIBI, NHB എന്നുള്ള നിലയിൽ പോകുന്നുണ്ട്. ഡെവലപ്മെൻറ്റ് ബാങ്കുകൾ നമ്മൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്കുകളെന്നും ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കുകളെന്നും നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വിശദമായിട്ടുള്ള ഒരു പിക്ചറാണ് നമുക്ക് ഈ ഒരു ചാർട്ടിൽ നിന്ന് കാണുന്നത്. ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കുന്നത് വളരെ നല്ലതാണ്. കാരണം പരീക്ഷയ്ക്ക് പഠിക്കുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ ഓർത്തിരിക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്ലോ ചാർട്ട് കൂടിയാണ്. അപ്പോൾ നമ്മളിനി വിശദമായിട്ട് അൺഓർഗനൈസ്ഡ് സെക്ടർ എന്താണെന്ന് പരിചയപ്പെടും. അതുപോലെ തന്നെ ഓർഗനൈസ്ഡ് സെക്ടറിലെ അപ്പെക്സ് ബാങ്കുകളെ കുറിച്ചും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. തുടർന്നുള്ള ബാക്കിയുള്ള വീഡിയോസിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കുന്നതാണ്. അപ്പോൾ അൺഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടർ അല്ലെങ്കിൽ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ബാങ്കിങ് സെക്ടറിലെ ഏരിയാസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, അവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഡിജിനസ് ബാങ്കേഴ്സ് ആണ് നിലനിൽക്കുന്നത്. These are private firms or individuals who operate as banks and as such both receive deposits and give loans. Like banks, they are also financial intermediaries. They should be distinguished uh, professional money lenders whose primary business is not banking but money lending. അപ്പോൾ ഇൻഡിജിനസ് ബാങ്കിങ് എന്ന് പറഞ്ഞ മലയാളത്തിൽ സ്വയംകൃതമായിട്ടുള്ള ബാങ്കിങ് സംവിധാനം എന്ന് പറയും. പ്രൈവറ്റായിട്ട് ബാങ്കിങ് നടത്തുന്ന ആളുകൾ, ഇവർ കൂടുതൽ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നതിന് പകരം ലോൺ കൊടുക്കുന്ന ഒരു പതിവാണ് ഇവർക്കുള്ളത്. അപ്പോൾ ഒരു ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള സംവിധാനം എന്ന് പറയില്ല. കാരണം ബാങ്കിങ്ങിൽ ഡെപ്പോസിറ്റ് റിസീവലും അതുപോലെ തന്നെ ലോൺ കൊടുക്കലുമുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ബാങ്കിങ് സിസ്റ്റം എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ അവരൊരു മണി ലെൻഡിങ് സംവിധാനം ഒരു സ്ഥാപനമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പലപ്പോഴും ഇൻഡിവിജ്വൽസ് ആയിട്ടും ഉണ്ടാവാം, ചില സ്ഥാപനങ്ങളായിട്ടും ഇത് കാണുന്നുണ്ട്. ഇത് ഇന്ത്യയുടെ റൂറൽ ഏരിയാസിൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത്തരം അൺബാങ്ക്ഡ് ആയിട്ടുള്ള ഏരിയസിലാണ് നമുക്ക് ഇത്തരം ബാങ്കേഴ്സിനെ ഇൻഡിജിനിയസ് ബാങ്കേഴ്സിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പ്യുവർ മണി ലെൻഡർ lends his own funds. An indigenous banker raises a part of his loanable funds from the public in deposits or other forms. ഒരു പ്യുവർ മണി ലെൻഡർ ആക്ച്വലി തൻ്റെ കയ്യിലുള്ള പണം മാത്രമാണ് ഉപയോഗിക്കുക. പക്ഷേ ഇൻഡിജിനസ് ബാങ്കേഴ്സ് പലപ്പോഴും പബ്ലിക്കിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും അത് ലോണായി കൊടുക്കുകയും ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ പബ്ലിക്കിന് നല്ലൊരു എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കും, അതുപോലെ തന്നെ ലോണിനും വളരെ നല്ലൊരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. A money lender conducts his transactions in cash, while a large span of die transactions of an indigenous banker are based on dealings in short-term credit instruments like
ഹുണ്ടീസ് ആൻഡ് കൊമേഴ്ഷ്യൽ ബിൽസ്. മണി ലെൻഡർ പലപ്പോഴും ക്യാഷ് കൊടുക്കുകയും ക്യാഷ് തിരിച്ചു വാങ്ങുകയും ചെയ്യുന്ന സംവിധാനം മാത്രമേ ഉള്ളൂ. എന്നാൽ ഇൻഡിജൻസ് ബാങ്കേഴ്സിന് ഇൻസ്ട്രുമെൻറ്റുകളുണ്ട്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്, ഷോർട്ട് ടേം ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ടുള്ള ഹുണ്ടി പോലുള്ളതായ കൊമേഴ്ഷ്യൽ ബിൽ പോലുള്ള ചില ബിൽ ഓഫ് എക്സ്ചേഞ്ച് പോലുള്ള ചില കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ട്രേഡിംഗ് നടത്തുന്ന അല്ലെങ്കിൽ ബാങ്കിങ് നടത്തുന്ന സംവിധാനം നമുക്ക് കാണാൻ കഴിയും. നമ്മളിവിടെ ഹുണ്ടി എന്ന ഒരു വേർഡ് നമ്മൾ സ്പെസിഫൈ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു സ്പെസിമെനാണിത്. അത് നമ്മൾ നോർത്ത് ഇന്ത്യൻ പാർട്ടിലൊക്കെ ഉപയോഗിക്കുന്നതായിട്ടുള്ള സംഭവമാണ്. ഒരു പേപ്പറിൽ നമ്മൾ കൊടുത്തതിൻ്റെ എല്ലാ രേഖകളും ഉൾപ്പെടെ അത് സൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഡോക്യുമെൻ്റാണിത്. ഇപ്പോഴതിന് വലിയ പ്രസക്തിയൊന്നുമില്ല, പക്ഷെ അന്ന് കാലഘട്ടത്തിൽ അത് ഉപയോഗിച്ചിരുന്ന ഒരു സംഭവമാണ്. ഈ ഒരു ഡോക്യുമെൻ്റ് കൈമാറ്റം ചെയ്തുകൊണ്ട് ലോണും കൊടുക്കുകയും ഡെപ്പോസിറ്റ് എടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ മറ്റൊന്ന് മണി ലെൻഡേഴ്സാണ്. ഇൻഡിജിനസ് ബാങ്കേഴ്സ് കഴിഞ്ഞാൽ മണി ലെൻഡേഴ്സാണ്. മണി ലെൻഡർ ഇസ് എ പേഴ്സൺ ഓർ ഗ്രൂപ്പ് who typically offers small personal loans at high rate of interest. High interest rates charged by them is justified in many cases by the risk involved. അപ്പോൾ നല്ല റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് താങ്ങാൻ കഴിയാത്ത റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ അവർ ലോൺ കൊടുക്കും. സ്മോൾ പേഴ്സണൽ ലോൺസിനായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമുക്ക് വീട്ടിലൊരു ആവശ്യം വന്നു, പെട്ടെന്ന് തന്നെ ഒരു ഹോസ്പിറ്റൽ ആവശ്യം വന്നു, അതുപോലെ തന്നെ നമുക്കൊരു ഹോം അപ്ലയൻസ്, ഒരു ഫ്രിഡ്ജ്, AC ഒക്കെ വാങ്ങിക്കണം. ഇതിനൊന്നും നമുക്ക് ഒരു ബാങ്കിൽ ചെന്നാൽ നമുക്ക് ലോൺ കിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇത്തരം ആളുകളെ സമീപിക്കുമ്പോൾ അവർ ലോൺ തരും. അവരെ സംബന്ധിച്ചിടത്തോളം റിസ്ക് ഇൻവോൾവ് ആണ്, കാരണം അവർക്കത് തിരിച്ചു പിടിക്കുന്നതിനുള്ള സംവിധാനം വളരെ കുറവായതുകൊണ്ട് തന്നെ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ അത് വളരെ റിസ്ക്കാണ്. അതുകൊണ്ട് തന്നെ അവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വളരെയധികം ഹെവി ആയിട്ട് ചാർജ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത്തരം ആളുകളെ അവരുടെ റിസ്ക് പരിഗണിച്ചുകൊണ്ടാണ് അവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂട്ടുന്നത്. പക്ഷെ അത് എന്തുകൊണ്ട് അവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ ബാങ്കുകൾ ഇത്തരം ആവശ്യങ്ങൾക്ക് ലോൺ കൊടുക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ ഡിപ്പെൻഡ് ചെയ്യാണ് നമ്മുടെ അൺബാങ്ക്ഡ് ആൻഡ് റൂറൽ ഏരിയാസിൽ ആളുകൾക്ക് നിവൃത്തിയില്ല. And they play an active role in lending to people with less access to banking activities such as unbanked or in situations where borrowers do not have good credit history. They sometimes lend to people like gamblers and compulsive shoppers who often get into debt. അപ്പോൾ അൺബാങ്ക്ഡ് ആയിട്ടുള്ള ഏരിയാസിലാണ്. അതുപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ക്രെഡിറ്റ് ഹിസ്റ്ററി മോശമായിരിക്കും. എന്ന് പറഞ്ഞാൽ അവർ കൃത്യമായി പണം തിരിച്ചടയ്ക്കാത്തതുകൊണ്ട് മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് ലോൺ കിട്ടാത്തവരായിരിക്കും. അപ്പോൾ അത്തരം ആളുകൾക്കാണ് ഇവർ ലോൺ കൊടുക്കുക. അതോടൊപ്പം തന്നെ ഗാംബ്ലിംഗ്, സ്പെക്കുലേഷൻ ചെയ്യുന്നവർ, അതുപോലെ കമ്പൾസീവ് ഷോപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്, എന്ത് കണ്ടാലും വാങ്ങിക്കുന്ന ആളുകൾ. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിലുള്ള വരുമാനം ഒട്ടും തികയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരം മണി ലെൻഡിങ് സ്ഥാപനങ്ങളെ ആശ്രയിച്ചാണ് അവർക്ക് അവരുടെ ഡേ ടു ഡേ ലൈഫ് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇതാണ് അൺഓർഗനൈസ്ഡ് സെക്ടറിൽ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടീസ് ഉള്ളത്. അവരെപ്പോഴും പ്ലേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഓർഗനൈസ്ഡ് സെക്ടറിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടി വിശാലമാണ്, കുറച്ചും കൂടെ റെഗുലേറ്റഡ് ആണ്, ഗവൺമെൻറ് കൺട്രോളിലുള്ളതാണ്, കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പരിശോധിക്കാനുള്ളതും അത് തന്നെയാണ്. ഒരു സിംഹഭാഗം തന്നെ ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതിൽ തന്നെ അപ്പെക്സ് ബാങ്കുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അതിലൊന്ന് ഒരു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പെക്സ് ബാങ്ക് എന്ന് പറയുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ അപ്പെക്സ് ബാങ്കുകളുടെ അപ്പെക്സ് ബാങ്ക് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണ്. എല്ലാ അപ്പെക്സ് ബാങ്കുകളുടെയും അപ്പെക്സ് ബാങ്ക് ആയിട്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്യുവർലി അപ്പെക്സ് ബാങ്ക് എന്ന് നമ്മൾ പറയുമ്പോഴും അതിനേക്കാളും പ്രയോറിറ്റി റിസർവ് ബാങ്കിന് ഉണ്ട് എന്നുള്ളതാണ്. RBI is an apex banking institutions of the country. It carries on several functions as a central bank. ഒരു രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്ക്, കേന്ദ്രീകൃതമായിട്ടുള്ള ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യയിൽ RBI ആണ്. എല്ലാ രാജ്യങ്ങൾക്കും സെൻട്രൽ ബാങ്കുകളുണ്ട്. അമേരിക്കയിലെ FBI പോലെയൊക്കെയുള്ള സ്ഥാപനങ്ങൾ, ഫെഡറൽ ബ്യൂറോ ഓഫ് അങ്ങനെയുള്ളതുപോലെ തന്നെ ഇവിടെ ഈ രാജ്യത്ത് ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് നമ്മൾ ആക്ട് ചെയ്യുന്നത്. അപ്പം അത്തരം അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം ഒരു കാലഘട്ടത്തിൽ നമുക്ക് മുമ്പ് ബാങ്കിങ് ഹിസ്റ്ററി പഠിച്ചതുപോലെ ആളുകൾക്ക് ഒട്ടും ആക്സസ് ഇല്ലാതിരുന്ന ബാങ്കിങ് സിസ്റ്റത്തിൽ ആളുകളെ എത്രത്തോളം ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് അടുപ്പിച്ചതും വിശ്വാസ്യത കൊണ്ടുവന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലുള്ള സ്ഥാപനങ്ങളാണ്, സെൻട്രൽ ബാങ്കുകളാണെന്നൊരു സംശയമില്ല. ഇന്ത്യയിൽ RBIക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമ്മൾ അതിൻ്റെ ഹിസ്റ്ററി പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടു നോക്കുക.
According to RBI Act 1934, the principal function of RBI is to issue notes and maintain reserves, currency and credit to maintain monetary stability in the general interest of the nation. 1934 RBI ആക്ട് നമ്മൾ നിലവിൽ വന്നു എന്നുള്ളത് നമ്മൾ വിശദമായിട്ട് പറഞ്ഞു. 35 RBI അതിൻ്റെ ആക്ഷൻസ് ആരംഭിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള കറൻസി നോട്ടുകൾ അത് ഇഷ്യൂ ചെയ്യുക, അതുപോലെ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള റിസർവുകൾ, കറൻസി റിസർവുകളും അതുപോലെ തന്നെ മറ്റ് റിസർവുകളും സ്റ്റാറ്റ്യൂട്ടറി റിസർവുകളും മെയിൻറ്റെയിൻ ചെയ്യുക, ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് ലഭ്യമാക്കുക, മോണിറ്ററി സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ പോലുള്ള കണ്ടീഷൻസ് കൺട്രോൾ ചെയ്യുക, അതുപോലെ രാജ്യത്തിൻ്റെ പൊതുവായ സാമ്പത്തിക സ്ഥിതിയെ സമ്പദ്ഘടനയെ ബാധിക്കുന്ന ഏത് വിഷയത്തിലും ഇടപെടുക എന്നുള്ളതാണ് RBIയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. സെൻട്രൽ ബാങ്കിനെ കുറിച്ചും RBIയെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു സെഷനിൽ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ഷോർട്ടായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മറ്റൊരു അപെക്സ് ബാങ്കാണ് IDBI എന്ന് പറയുന്നത്. ഇന്ന് IDBI ഒരു കൊമേഴ്ഷ്യൽ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ അത് അപ്പോഴും തന്നെ IDBIക്ക് നിലവിൽ പ്രസക്തിയുമുണ്ട്. This is an apex institution providing long-term finance to industrial sector. It was set up as a subsidiary of RBI in 1964. In February 1976, it was segregated from RBI. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് എന്ന പ്രത്യേക ഉദ്ദേശത്തോടു കൂടി മറ്റൊരു ആവശ്യത്തിനും ഒരു കോമൺ മാന് ഒരിക്കലും ഇത്തരം ബാങ്കുകളിൽ നിന്ന് ലോൺ ലഭിക്കുന്നില്ല. ഇൻഡസ്ട്രിയൽ സെക്ടറിലുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ലോൺ ലഭിക്കുന്നത്. IDBI provides financial assistance to industrial concerns by way of variety of products and services, which includes project finance, equipment finance, asset credit, equipment lease, technology upgradation fund scheme, refinance for medium scale industries and bill finance. അപ്പോൾ അവരുടെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? പ്രൊജക്ട് ഫിനാൻസ്, ഒരു പുതിയ പ്രൊജക്റ്റ് ആരംഭിക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഫണ്ടിങ് കൊടുക്കാം. എക്യുപ്മെൻറ്റ് ഫിനാൻസ്, നമുക്ക് വലിയ വില കൂടിയ കോടികൾ വിലയുള്ള എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കേണ്ട സാഹചര്യത്തിൽ അതിനാവശ്യമായ പണം നൽകുക. അസറ്റ് ക്രെഡിറ്റ്, അസറ്റ് വാങ്ങിക്കാനായിട്ടുള്ള ക്രെഡിറ്റ് തരിക. എക്യുപ്മെൻറ്റ് ലീസ് ചെയ്യുക, ചില പ്രോഡക്ട്സുകൾ ചില എക്യുപ്മെൻറ്റുകൾ കോടികൾ വിലയുള്ളത് നമുക്ക് വാങ്ങിക്കാൻ കഴിയില്ല. അപ്പോൾ അത്തരമുള്ള സാഹചര്യത്തിൽ മറ്റു വ്യക്തികളിൽ നിന്നും അത് ലീസിന് നമുക്ക് തരാനായിട്ടുള്ള ഹെൽപ്പ് ചെയ്യുക. അതുപോലെ ടെക്നോളജി അപ്ഗ്രഡേഷൻ ചെയ്യേണ്ടി വരും. നിലവിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജി എന്ന് പറയുന്നത് പലപ്പോഴും ഒബ്സൊലീറ്റ് ആയിരിക്കും, അതുപോലെ ടൈംലി ആയിരിക്കില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് അപ്ഗ്രഡേഷൻ ആവശ്യമായി വരും. അതിനാവശ്യമായിട്ടുള്ള ഫണ്ടുകൾ കൊടുക്കുക. അതുപോലെ തന്നെ റീഫിനാൻസ് ചെയ്യുക. കാരണം ഇത്തരം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, മീഡിയം MSME സെക്ടറിലുള്ള സ്ഥാപനങ്ങൾക്ക് പല ബാങ്കുകളും ലോൺ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പം അത്തരം സെക്ടറിലെ ബാങ്കുകൾ ലോൺ കൊടുക്കുമ്പോൾ അത്തരം ബാങ്കുകളെ ഫിനാൻസ് ചെയ്യുക എന്നുള്ളതും ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രത്യേകതയാണ്. അതായത് ഇപ്പോൾ SBI പോലുള്ള ബാങ്കുകൾ MSMEസിന് ലോൺ കൊടുക്കുമ്പോൾ, കാരണം നമുക്ക് ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ളത് SBI പോലുള്ള ബാങ്കുകളാണ്. അപ്പോൾ അത്തരം ബാങ്കുകളെ നമ്മൾ ആക്സസ് ചെയ്ത് ലോൺ എടുക്കുമ്പോൾ ഈ ബാങ്കുകൾക്ക് ആവശ്യമായിട്ടുള്ള പണം അത് കൊടുക്കുന്നത് IDBI ആണ്. അപ്പോൾ റീഫിനാൻസിങ് എന്നുള്ള കോൺസെപ്റ്റും അവർ ചെയ്യുന്നുണ്ട്. And it provides as well as for expansion, diversification and modernization of existing industrial enterprise. നിലനിൽക്കുന്ന കമ്പനികളുടെ എക്സ്പാൻഷൻ, അവരുടെ മാർക്കറ്റ് വലുതാക്കാം, അവരുടെ പ്രോഡക്റ്റുകൾ കൂടുതലാക്കാം, ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യാം. നിലവിൽ നിൽക്കുന്ന ബിസിനസ്, ഇപ്പോൾ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനത്തിന് വേണമെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിലേക്ക് പോകാം. അതുപോലെ ഹോസ്പിറ്റലുള്ള സ്ഥാപനത്തിന് മറ്റേതെങ്കിലും ടൂറിസത്തിലേക്ക് പോകാം. ഇങ്ങനെയൊക്കെയുള്ള ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യുന്നതിന് അവരെ സഹായിക്കും. അതുപോലെ മോഡേണൈസേഷൻ, നിലവിലുള്ള ബിസിനസ്സിൻ്റെ രീതികളും സർവീസും ഒക്കെ മോഡേണൈസ് ചെയ്യാൻ, കുറച്ചുകൂടെ പ്രൊഫഷണലാക്കാം, കുറച്ചുകൂടെ കാലഘട്ടത്തിനനുസരിച്ചതാക്കാൻ, ടൈംലി ആക്കാനായിട്ടൊക്കെ അവരെ ഫണ്ടുകൾ അവർക്ക് കൊടുക്കുക, അതിന് വേണ്ടുന്ന അഡ്വൈസസ് കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ IDBI ചെയ്യുന്നുണ്ട്. മറ്റൊരു ബാങ്കാണ് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SIDBI എന്ന് പറയുന്നത്. SIDBI, Small Industries Development Bank of India, was established in April 1990 under an Indian Parliament wholly owned subsidiary of IDBI. IDBIയുടെ സ്വന്തം സബ്സിഡിയറി ആയിട്ടാണ് SIDBIയെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ SIDBI's stature provides that it should serve as the principal financial institution for promotion, financing, development of industry in the small scale sector and coordinating the functions of other institutions engaged in similar activities. SIDBIയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സ്മോൾ ഇൻഡസ്ട്രീസിൻ്റെ പ്രത്യേക ഡെവലപ്മെൻ്റ് ആണ്. IDBI ഒരു കുറച്ചുകൂടെ ഗ്രാവിറ്റി കൂടിയതും അതുപോലെ തന്നെ ക്യാൻവാസ് കൂടിയതുമായിട്ടുള്ളൊരു സ്ഥാപനമാണ്. എന്നാൽ SIDBI എന്ന് പറയുന്നത്
ഫോക്കസ് ചെയ്യുന്നത് സ്മോൾ ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ് അത്തരം സ്ഥാപനങ്ങളുടെ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഇനീഷ്യൽ സ്റ്റേജിലുള്ള കാര്യങ്ങൾ, അവർക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അവർക്ക് എങ്ങനെ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാം, രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാം, അവരുടെ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാം, അത്തരം കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ അവരെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുക, അവരെ കൂടുതലായിട്ട് ഇതിലേക്ക് കൊണ്ടുവരിക, പ്രത്യേകിച്ച് യുവാക്കളെ കൊണ്ടുവരിക, ഇതൊക്കെയാണ് അവരുടെ ഉദ്ദേശം. ഫിനാൻസ് ചെയ്യുക, ആവശ്യമായിട്ടുള്ള ഫണ്ട് കൊടുക്കുക, ഐഡിയാസ് ഉള്ളവർക്ക് ഫണ്ട് കൊടുക്കുക, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെൻറ്റ്. ആൻഡ് ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റിൽ കോർഡിനേറ്റ് ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുക, ഒരു കുടക്കീഴിൽ അണ്ടർ വൺ അംബella എന്നുള്ള നിലയിൽ അതിനെ കോർഡിനേറ്റ് ചെയ്യുക. ഇതൊക്കെ സിഡ്ബിയുടെ പ്രത്യേക ഉദ്ദേശങ്ങളിൽപ്പെടുന്ന കാര്യങ്ങളാണ്. നബാർഡ് എന്ന് പറയുന്ന മറ്റൊരു സ്ഥാപനം, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, വളരെ പ്രധാനപ്പെട്ട ഒരു അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. In order to meet the credit requirement of agriculture and rural development, the NABARD was set up in 1982 with the merger of Agriculture Credit Department and Agriculture Refinance and Development Corporation of RBI. RBIയിലെ രണ്ട് പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളായിരുന്നു അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റും അഗ്രികൾച്ചർ റീഫിനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. ഇത്തരം ഡിപ്പാർട്ട്മെൻറ്റുകളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മെർജ് ചെയ്തുകൊണ്ട് പുതിയൊരു ബാങ്ക് ഡെവലപ്പ് ചെയ്തു. അതാണ് നബാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നബാർഡ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു അപ്പെക്സ് ബാങ്കായിട്ടാണ് പ്രവർത്തിക്കുന്നത്. മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്? റീഫിനാൻസിങ് ടു കോപ്പറേറ്റീവ് ബാങ്ക്സ്. നിലവിൽ നമ്മുടെ ഒരുവിധം എല്ലാ പഞ്ചായത്തുകളും തന്നെ കോപ്പറേറ്റീവ് ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവരൊക്കെ തന്നെ റൂറൽ ഡെവലപ്മെൻറ്റിനാണ് ഫോക്കസ് ചെയ്യുന്നത്. അവിടുത്തെ കൃഷിക്കും മറ്റ് കൃഷിയേതരമായിട്ടുള്ള ചെറിയ ചെറിയ ബിസിനസ്സുകൾക്കും ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഫണ്ട് ചെയ്യുക എന്നുള്ളതാണ് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ഉദ്ദേശം. അപ്പോൾ അത്തരം സ്ഥാപനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പണം കൊടുക്കുക, അതാണ് നബാർഡ് ചെയ്തൊരു കാര്യം. ഫിനാൻസിങ് ടു റൂറൽ ബാങ്കുകളുണ്ട്, RRB ബാങ്കുകളുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ഇവിടെ കേരളത്തിൽ കേരള ഗ്രാമീൺ ബാങ്ക് പോലുള്ള ബാങ്കുകളുണ്ട്. അത്തരം ബാങ്കുകൾക്ക് സപ്പോർട്ട് ചെയ്യുക, ഫിനാൻസ് ചെയ്യുക. ലോൺ ഫെസിലിറ്റീസ് ഫോർ പർച്ചേസ് ഓഫ് ഷെയർസ്, നമുക്ക് ചില അത്തരം സ്ഥാപനങ്ങളിൽ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള, മീൻസ് അവരുടെ ഷെയറുകൾ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ലോൺ ഫെസിലിറ്റീസ് കൊടുക്കുക. ഇത്തരം റൂറൽ ഡെവലപ്മെൻറ്റ് ആവശ്യമായിട്ടുള്ള കമ്പനികളിൽ നമ്മൾ ഷെയർ പർച്ചേസ് ചെയ്യും. ആൻഡ് റീഫിനാൻസ് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് ലോൺസ്, ഏതൊക്കെ സ്ഥാപനങ്ങൾ റൂറൽ ഡെവലപ്മെൻറ്റ് ലോണുകൾ കൊടുത്തിട്ടുണ്ടോ അവർക്കൊക്കെയും ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ തിരിച്ചു കൊടുക്കുക. ദെൻ ലോങ് ടേം ലോൺ ഫെസിലിറ്റീസ് കൊടുക്കുക റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ടെക്നിക്കൽ അസിസ്റ്റൻസ് ആൻഡ് അഡ്വൈസ്. ഇപ്പോൾ ചില ആളുകൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഐഡിയ അവർക്കുണ്ട്, ബിസിനസ് ഐഡിയ ഉണ്ട്, പക്ഷെ അത് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ടെക്നോളജീനെ കുറിച്ച് അറിയില്ല. അതുപോലെ തന്നെ ആ പ്രോജക്റ്റ് എങ്ങനെ വർക്കൗട്ട് ആവും, ആ പ്രോജക്റ്റ് എങ്ങനെ ഫീസിബിൾ ആവും എന്നുള്ളതൊക്കെ സ്റ്റഡീസ് നടത്താൻ അറിയില്ല. ചില സാഹചര്യങ്ങളെങ്കിലും ചിലർക്ക് ഐഡിയാസ് ഉണ്ട്, മാർക്കറ്റ് ചെയ്യാൻ അറിയില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ടെക്നിക്കൽ അസിസ്റ്റൻസും അഡ്വൈസും കൊടുക്കുക. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് നബാർഡിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി മറ്റൊരു ബാങ്കാണ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ, എക്സിം ബാങ്ക് എന്ന് പറയും. എക്സിം ബാങ്ക്. The Export Import Bank of India was set in January 1982 with its headquarters in Mumbai. It performs the normal banking functions connected with import and export of goods and several other functions too. എന്തൊക്കെയാണ് ഫങ്ഷൻസ് നോക്കാം. ഫിനാൻസിങ് ഓഫ് എക്സ്പോർട്സ് ഫ്രം ആൻഡ് ഇമ്പോർട്ട്സ് ടു ഇന്ത്യ. എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് സെക്ടറിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻസിങ് കൊടുക്കുക. അപ്പോൾ അത് നമ്മുടെ രാജ്യത്തിന് വലിയൊരു നേട്ടം നൽകുന്ന കാര്യമാണ്. കാരണം നമ്മുടെ രാജ്യത്ത് കൂടുതലായും എക്സ്പോർട്സ് നടക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് വിദേശ വരുമാനം, വിദേശ നാണ്യം, ഫോറിൻ കറൻസി നൽകുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇമ്പോർട്ട്സിനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടെ രാജ്യത്തിന് പൂർണ്ണമായും നിലനിൽക്കാൻ കഴിയില്ല, ചില സപ്പോർട്ടുകൾ നമുക്ക് മറ്റു രാജ്യത്തു നിന്ന് വേണ്ടി വരും. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഡെയിലി തന്നെ നമുക്കറിയാം പെട്രോളിയം പ്രോഡക്ട്സിൻ്റെ ഇറക്കുമതി നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ധാരാളം കാര്യങ്ങളുടെ ഇറക്കുമതി നമുക്ക് ആവശ്യമായി വരുന്നുണ്ട്. അപ്പോൾ അത്തരം സ്ഥാപനങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എക്സിം ബാങ്ക് ചെയ്യുന്നത്. ആൻഡ് ഫിനാൻസിങ് ജോയിൻറ്റ് വെഞ്ചേഴ്സ് ഇൻ ഫോറിൻ കൺട്രീസ്. നമ്മുടെ രാജ്യത്ത് നിന്നുള്ള ബാങ്കുകളല്ല, ബാങ്കുകളും ഉണ്ട്, അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനികളും ഉണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഇൻഡസ്ട്രിയൽ സെക്ടറിലുള്ള കമ്പനികളും ഒക്കെ തന്നെ മറ്റു രാജ്യങ്ങളിലെ കമ്പനികളുമായിട്ടുള്ള ജോയിൻറ്റ് വെഞ്ചേഴ്സിൽ ഏർപ്പെടുന്നുണ്ട്. അത്തരം ജോയിൻറ്റ് വെഞ്ചേഴ്സിന് ആവശ്യമായിട്ടുള്ള ഫിനാൻസിങ് കൊടുക്കുക. ഫിനാൻസിങ് ദ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ് ഓഫ് ഓൺ ലീസ് ബേസിസ്. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ സ്ഥാപനങ്ങൾക്കും അവരുടെ എക്യുപ്മെൻറ്റ്സ് പൂർണ്ണമായും സ്വന്തമാക്കാനായിട്ടുള്ള കഴിവുണ്ടാവില്ല. ചിലപ്പോൾ കോടികൾ ചിലവ് വരുന്ന ഒരു എക്യുപ്മെൻ്റ് ആണെങ്കിലും അത്തരം എക്യുപ്മെൻറ്റ് ലീസ് ബേസിസിൽ അവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനവും അതുപോലെ അതിൻ്റെ ഫിനാൻസും അവർ കൊടുക്കുന്നുണ്ട്.
and it also undertakes purchasing, discounting, and negotiating of export bills and thus encourages the exporters. നമുക്കറിയാം ഈ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് നമുക്ക് മറ്റ് രാജ്യത്തു നിന്നും ചിലപ്പോൾ കിട്ടുന്ന ബിൽ ഓഫ് എക്സ്ചേഞ്ചുകൾ പോലുള്ളതായ ഡോക്യുമെൻറ്റുകളായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ആ ഷിപ്പ് ചെയ്ത് അവിടെ എത്തുന്നതിന് ചിലപ്പോൾ ഒരു മാസമൊക്കെ സമയം ഉണ്ടായിരിക്കാം. അപ്പോൾ ആ പ്രോഡക്റ്റ് നമ്മൾ വിടുന്നതായിട്ടുള്ള സമയത്ത് നമുക്ക് ലഭിക്കുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയിരിക്കാം. ആ ഡോക്യുമെൻ്റ് ചിലപ്പോൾ ഒരു മാസമോ 3 മാസമോ ഒക്കെ സമയം എടുക്കുന്ന ഡോക്യുമെൻ്റ് അതുവരെ അവർക്ക് അതിൻ്റെ പൈസ കിട്ടുന്നില്ല. ഈ ഒരു ഡോക്യുമെൻ്റ് മാത്രമേ അത് വാങ്ങിക്കുന്ന ആൾ, അതായത് മറ്റു രാജ്യത്തിരിക്കുന്ന ബയർ കൊടുക്കുന്നുണ്ടായിരിക്കുള്ളൂ. പക്ഷെ അതേസമയം എക്സ്പോർട്ട് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പണം വളരെ പെട്ടെന്ന് ആവശ്യമായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എക്സിം ബാങ്കുകളെ സമീപിക്കുമ്പോൾ എക്സിം ബാങ്കുകൾ ഈ എക്സ്പോർട്ട് ബില്ലുകളെ അത് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നതിന് സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ പ്രത്യേകത എന്താ, ചെറിയൊരു എമൗണ്ട് ഈ എക്സ്പോർട്ടർക്ക് നഷ്ടം വന്നാൽ പോലും 3 മാസം കഴിഞ്ഞൊക്കെ കിട്ടേണ്ടതായിട്ടുള്ള തുക അയാൾക്ക് ഇപ്പോൾ തന്നെ ലഭിക്കുന്നു എന്നുള്ളത് ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അയാളുടെ നിലവിലുള്ള ഫിനാൻഷ്യൽ നീഡ് വർക്കൗട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ ഒന്ന് ടാക്കിൾ ചെയ്യാനായിട്ട് എക്സിം ബാങ്കുകൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതും അവരുടെ വലിയ ഫംഗ്ഷൻ തന്നെയായിട്ട് നമുക്ക് പറയേണ്ടി വരും. അത് ചെറിയൊരു എമൗണ്ട് ആയിരിക്കില്ല, ഒരു വലിയ കോടികളുടെ എമൗണ്ട് തന്നെയായിരിക്കും. കാരണം എക്സ്പോർട്ട് മാർക്കറ്റിൽ അത്രയും രൂപയുടെ ബിസിനസ് ട്രാൻസാക്ഷൻസ് നടക്കുന്നതാണ്. മറ്റൊന്നാണ് NHB, നാഷണൽ ഹൗസിംഗ് ബാങ്ക്. The National Housing Bank was established in 9th July 1988 under the Act of the Parliament, the National Housing Bank Act 1987, to function as principal agencies to promote housing finance institutions, to provide financial and other support to such institutions. നമുക്ക് നമ്മുടെ രാജ്യത്ത് എല്ലാ വർഷവും തന്നെ സെൻട്രൽ ഗവൺമെൻറ്റുകളും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും ഇത്തരത്തിലുള്ള ഹൗസിംഗ് പ്രോജക്റ്റുകൾ പ്രഖ്യാപിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ ഇത്തരം ബാങ്കുകളുടെ NHBയുടെ സപ്പോർട്ട് കൂടിയാണ് നടപ്പിലാക്കപ്പെടുന്നത്. എന്താണ് ഫങ്ഷൻസ് നോക്കാം. ഇഷ്യൂ ഡയറക്ഷൻസ് ടു ഹൗസിംഗ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു എൻഷുർ ദെയർ ഗ്രോത്ത് ഓൺ സൗണ്ട് ലൈൻസ്. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്, അതായത് ഹൗസിംഗ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കുകളാണെങ്കിലും മറ്റ് സ്ഥാപനങ്ങളാണെങ്കിലും അവർക്ക് ആവശ്യമായിട്ടുള്ള ഡയറക്റ്റീവ്സ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഡയറക്റ്റീവ്സിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് നമുക്കറിയാം ഏതൊക്കെ രാജ്യങ്ങളിലാണ്, ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഹൗസിംഗ് ആവശ്യമായിട്ടുള്ളത്, ഏതൊക്കെ തരത്തിലാണ് ആവശ്യമായിട്ടുള്ളത്, എത്രത്തോളം അതിൻ്റെ നീഡ് ഉണ്ട്, എത്ര ആളുകൾക്ക് വീടുകൾ ആവശ്യമുണ്ട്, അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഡയറക്ഷൻസ് കൊടുക്കുക. അപ്പോൾ ഹൗസിംഗ് ഫിനാൻസുകൾ കൊടുക്കാനായിട്ട് മടി കാണിക്കുമ്പോൾ അവരെ കൃത്യമായി നിർദ്ദേശങ്ങൾ കൊടുത്ത് അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മേക്ക് ലോൺ ആൻഡ് അഡ്വാൻസസ് ആൻഡ് റെൻഡർ എനി അതർ ഫോം ഓഫ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആൻഡ് ഹൗസിംഗ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഷെഡ്യൂൾഡ് ബാങ്കുകൾക്കും മറ്റ് ഹൗസിംഗ് ഫിനാൻസ് സ്ഥാപനങ്ങൾക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള ലോൺ കൊടുക്കുക. കാരണം അവരും ഇത്തരം ലോൺ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള പണം ലഭിക്കേണ്ടതുണ്ട്. ആ പണം അവർക്ക് എൻഷുർ ചെയ്യുക എന്നുള്ളതും NHB ചെയ്യുന്ന കാര്യമാണ്. ഫോർമുലേറ്റ് സ്കീംസ് ഫോർ ദ പർപ്പസ് ഓഫ് മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് എക്സ്റ്റൻഷൻ ഓഫ് ക്രെഡിറ്റ് ഫോർ ഹൗസിംഗ്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള NHBക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് റേസിങ് കാര്യങ്ങൾ, സ്കീമുകൾ, മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ് അതൊക്കെയും തന്നെ ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. സോ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തത് ബാങ്കിങ് സ്ട്രക്ചറിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ തന്നെ പ്രധാനമായിട്ടും ഒരു ബേർഡ്സ് ഐ വ്യൂവിൽ നമ്മൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചു. അതുപോലെ തന്നെ അൺഓർഗനൈസ്ഡ് സെക്ടറിനെ നമ്മൾ പൂർണ്ണമായും പരിചയപ്പെട്ടു. ഓർഗനൈസ്ഡ് സെക്ടറിലെ അപ്പെക്സ് ബാങ്കുകളെയും നമ്മൾ പരിചയപ്പെട്ടു. വളരെ പ്രധാനപ്പെട്ട ചില സ്ഥാപനങ്ങളെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കത് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ, ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും ഓളും ഇനേബിൾ ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. സോ താങ്ക് യു ആൻഡ് കീപ് വാച്ചിങ് EC Learn 365.